$500 മില്യൺ, അതായത് ഏകദേശം 4400 കോടി രൂപയുടെ ഒരു തട്ടിപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒന്നായ ബ്ലാക്ക് റോക്കിനെ വരെ കബളിപ്പിച്ച ഒരു ഇന്ത്യക്കാരൻ. തട്ടിപ്പ് വെളിച്ചത്തായതോടെ കോടികളുമായി മുങ്ങിയ ആ ടെലികോം എക്സിക്യൂട്ടീവ് ഇപ്പോൾ എവിടെയാണ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബങ്കിംഗ് ബ്രഹ്മഭട്ട് എന്ന ഇന്ത്യൻ വംശജനെ കുറിച്ചാണ്. അമേരിക്ക കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്ന് നടത്തി മുങ്ങിയ ആൾ. ആരാണ് ഈ ബങ്കിംഗ് ബ്രഹ്മഭട്ട്? എങ്ങനെയാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന് അരങ്ങേറിയത്? നമുക്ക് വിശദമായി നോക്കാം. ആരാണ് ബങ്കിംഗ് ബ്രഹ്മഭട്ട്? 30 വർഷത്തിലേറെ ടെലികോം രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ബാൻകായ് ഗ്രൂപ്പ് എന്ന വലിയ ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയുടെ പ്രസിഡന്റും സിഇഒയുമായിരുന്നു ഇദ്ദേഹം. അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനിക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഓഫീസുകൾ ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തികച്ചും വിശ്വസനീയമായ ഒരു ബിസിനസ്സുകാരൻ. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്? ബങ്കിംഗ് ബ്രഹ്മഭട്ടിന്റെ തട്ടിപ്പിന്റെ രീതി വളരെ ലളിതമായിരുന്നു. ഇല്ലാത്ത വരുമാനവും വ്യാജ ഇൻവോയ്സുകളും ഉപയോഗിച്ച് കടലാസിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കി. തന്റെ ഉടമസ്ഥയിലുള്ള ബ്രോഡ്ബാൻഡ്, ടെലികോം, ബ്രിഡ്ജ് വോയ്സ് തുടങ്ങിയ കമ്പനികളിലേക്ക് ലോകോത്തര ടെലികോം കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കിട്ടാനുണ്ടെന്ന് വ്യാജ രേഖകൾ ഉണ്ടാക്കി. ഈ രേഖകൾ ഈടായി വെച്ച് ബ്ലാക്ക് റോക്കിന്റെ ഭാഗമായ HPS ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്നേഴ്സ് പോലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് $500 മില്യൺ വായ്പ എടുത്തു. വർഷങ്ങളോളം വ്യാജ ഇമെയിലുകളും ഇല്ലാത്ത കസ്റ്റമർമാരുടെ പേരിൽ വ്യാജ കത്തിടപാടുകളും നടത്തിയാണ് ഇവർ വായ്പാദാതാക്കളെ വിശ്വസിപ്പിച്ചത്. തട്ടിപ്പ് പുറത്തു വരുന്നത് വളരെ നാടകീയമായിട്ടാണ്. ഒരു ദിവസം വായ്പ നൽകിയ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥന് ചില ഇമെയിലുകളിൽ സംശയം തോന്നി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നത്. ബ്രഹ്മഭട്ടിന്റെ കമ്പനി നൽകിയ കസ്റ്റമർമാരുടെ വിവരങ്ങൾ വ്യാജമായിരുന്നു. പല കമ്പനികളും നിലവിലില്ലാത്തവ. വായ്പാദാതാക്കൾ ബ്രഹ്മഭട്ടിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറുപടിയില്ല. ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ന്യൂയോർക്കിലെ ഓഫീസിൽ എത്തിയപ്പോൾ കണ്ടത് പൂട്ടിക്കിടക്കുന്ന ശൂന്യമായ മുറികളാണ്. ഗാർഡൻ സിറ്റിയിലെ അദ്ദേഹത്തിന്റെ ആഡംബര വസതിയിൽ ചെന്നപ്പോഴും ഇതേ അവസ്ഥ. വീടിന് മുന്നിൽ BMW, പോർഷെ, ടെസ്ല തുടങ്ങിയ ആഡംബര കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നു. പക്ഷേ വീടിനുള്ളിൽ ആരുമില്ല. തട്ടിപ്പ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ബ്രഹ്മഭട്ട് തന്റെ കമ്പനികളെല്ലാം പാപ്പരായി പ്രഖ്യാപിക്കാൻ അപേക്ഷ നൽകി. അമേരിക്കയിൽ നിയമപ്രകാരം കടക്കെണിയിലായ കമ്പനികൾക്ക് കടം പുനഃക്രമീകരിക്കാൻ സമയം നൽകുന്ന ഒരു സംവിധാനമാണിത്. തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് 12, 2025 ബ്രഹ്മഭട്ട് അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് കടന്നിരിക്കാം എന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. എടുത്ത വായ്പയിലെ വലിയൊരു ഭാഗം ഇന്ത്യയിലെയും മൗറീഷ്യസിലെയും ഓഫ് റോഡ് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായി ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ സംഭവം ഒരു വ്യക്തിയുടെ തട്ടിപ്പ് മാത്രമല്ല, അതിവേഗം വളരുന്ന പ്രൈവറ്റ് ക്രെഡിറ്റ് മാർക്കറ്റിലെ അപകടങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ കൃത്യമായ രേഖകളില്ലാത്ത കമ്പനികൾക്ക് പോലും വലിയ തുകകൾ വായ്പയായി ലഭിക്കുന്നു. ബങ്കിംഗ് ബ്രഹ്മഭട്ടിന്റെ കേസ് ഈ മേഖലയിൽ കൂടുതൽ സുതാര്യതയും കർശനമായ പരിശോധനകളും വേണമെന്നതിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ബ്രഹ്മഭട്ടിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.